ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ത്രെഡ് വർക്കാണ് ചെയ്യുന്നത്. ഇന്നും റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഓട്ടിക്കരുത്. നമ്മളൊരു മൂൺഗോഡാസിൻ്റെ ബീഡ്സ് വർക്ക് ഇട്ടിരുന്നു കേട്ടോ മുന്നേ. അപ്പോൾ നമ്മളിന്ന് റൗണ്ട് നെക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്കിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. റൗണ്ട് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്കായിട്ട് നമ്മളിത് ഈ ഒരു ഷേപ്പിൽ വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സിമ്പിൾ തന്നെ ഹമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അതുപോലെ തന്നെ അടിപൊളി ലുക്കും തരുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. റൗണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. സെൻറ്ററിലായിട്ട് ഡോട്ട് കൊടുക്കുക. അതിൽ ഓരോ റൗണ്ടിലും 2 ലീഫ് വീതം വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമുക്കൊരു 2.5-3 ഇഞ്ച്, ഒരു 3 ഇഞ്ച് അത്രയൊക്കെ കൊടുക്കാം കേട്ടോ. 3 ഇഞ്ച് 4 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ആ ഒരു ഇതിൽ വിഡ്ത്തിൽ നമുക്ക് ചെയ്തു 5 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു വിഡ്ത്തിൽ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ സൈഡിലായിട്ടൊക്കെ ഡിസൈൻ വരുന്നുണ്ട്. റൗണ്ടും ഇതുപോലെ ലീഫും ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം കുറച്ച് റൗണ്ട് വരച്ചു കൊടുത്തിട്ട് ലീഫും കൂടെ വരയ്ക്കാനുള്ള സ്പേസ് കൊടുത്താൽ മാത്രം മതി. അതായത് ഈ ഒരു ഇതിൽ വരയ്ക്കുമ്പോൾ മനസ്സിലായോ, വരയ്ക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 കളറിലുള്ള ത്രെഡാണ് ഫസ്റ്റ് വേണ്ടത്. ഞാനിവിടെ 2 മാങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ചുവപ്പ് കളറും പിന്നെ റോസ് കളറും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം. നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിനനുസരിച്ചുള്ള ത്രെഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കട്ട് ബീഡ്സ് വേണം. ലൈറ്റ് കളർ, പച്ച കളർ കേട്ടോ. പച്ചയിൽ ലൈറ്റ് കളറാണ് ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കട്ട് ബീഡ്സ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളറിലുള്ള ബീഡ്സ് ആണ്. ചെറിയ ബീഡ്സ് ആണ് വേണ്ടത്. കുറച്ചൊന്ന് വലുതായാലും കുഴപ്പമില്ല, എന്നാലും ഒരുപാട് അങ്ങ് വലുതാവണ്ട. നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈസിലുള്ള ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെൻറ്ററിലായിട്ട് വൈറ്റ് ബീഡ്സ് ആണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. നീഡ് നമ്പർ 12 ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ ഇനി ഫ്ലവർ ചെയ്ത് കൊടുക്കാം. റിംഗ് നോട്ട് ഫ്ലവർ ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ആണെങ്കിലും ബുള്ളിയൻ റോസ് ആണെങ്കിലും ചെയ്ത് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ റിംഗ് നോട്ട് ഫ്ലവർ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് ബീഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ ചുറ്റിന് നമ്മളിതുപോലെ റിംഗ് നോട്ടുകളാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത്.
അപ്പോൾ ചുവപ്പ് കളർ മാത്രം വെച്ചിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്ന 2 കളർ ചേർത്ത് വേണം നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ചുവപ്പ് ചെയ്താൽ ഒരു റോസ് ചെയ്താൽ ചുവപ്പ്, അങ്ങനെ മാറ്റി മാറ്റി വേണം ഫ്ലവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏതെങ്കിലുമൊക്കെ വേറെ കളറൊക്കെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീഡ്സ് വെച്ചിട്ട് വേണ്ട ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് വെച്ചിട്ട് ലീഫ് ചെയ്യാമെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇടുന്ന ഈ ഡിസൈൻസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഇപ്പോൾ പഴയ കുർത്തിയിലാണെങ്കിൽ പോലും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? അതോ നിങ്ങൾ മടിച്ചിരിക്കുവാണോ? ചെയ്യാൻ വയ്യ. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് മടിയുള്ളവർക്കൊക്കെ പറ്റിയ ഡിസൈനാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഡിസൈനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓരോരുത്തർ, അതായത് ഓരോ ചേച്ചിമാർ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എനിക്ക് അയച്ചു തരുമ്പോൾ അത് കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണ് നിങ്ങൾ അയച്ചു തരുന്ന ടൈമിൽ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് എനിക്കിങ്ങനെ അയച്ചു തരുന്നുണ്ട്, അവർ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം, എന്തായാലും ട്രൈ ചെയ്യണം. ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ഇനി റോസ് കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ചുവപ്പ് കളറിലുള്ളത് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റോസ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ചാനൽ, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കുർത്തിയിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് സാരി ഡിസൈൻ വേണോ, ബ്ലൗസ് ഡിസൈൻ വേണോ, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട.
അപ്പോൾ അതാ നമുക്കിനി എന്താണ് നമ്മളിനി ചെയ്ത് കൊടുക്കുന്നത് ലീഫാണ്. 3 കട്ട് ബീഡ്സ് വീതം ചരിച്ച് വെച്ച് കൊടുക്കുന്ന ലീഫാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. നമുക്ക് ലീഫ് മറ്റേ ലീഫ് വേണമെങ്കിൽ കൊടുക്കാം. 3 കട്ട് ബീഡ്സ് വീതം അല്ലാതെ നമ്മൾ സാറ്റിൻ ലീഫ് പോലെ ചെയ്ത് കൊടുക്കത്തില്ലേ ബീഡ്സ് വെച്ചിട്ട്, ആ ഒരു ലീഫ് വേണമെങ്കിലും ഇതിന് കൊടുക്കാവുന്നതാണ്. ഇതാണ് കേട്ടോ സിമ്പിൾ കുറച്ചുകൂടെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ നീഡ് നമ്പർ 12 ആണ് ഇത് ചെയ്യാനും ഞാൻ എടുത്തിട്ടുള്ളത്. ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡ് നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി നീഡിലാണ് എന്താ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഷുവറായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ എന്താ ഇങ്ങനെ തന്നെ, അതായത് റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ബീഡ്സ് കൊടുക്കുക, അതിനുശേഷം ഫ്ലവർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കും തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്